ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ്. കിച്ചൺ ഒന്ന് ഓർഗനൈസ് ചെയ്യാണ്. വലിയ രീതിയിലൊന്നുമല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് കിച്ചണിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നത് ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും ഒരേപോലെ കിച്ചൺ ആകുമ്പം ഒരു മടുപ്പല്ലേ, അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഇടയ്ക്ക് വരുത്താറുണ്ട്. പിന്നെ വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഒരു വർഷമായി. നിങ്ങളെല്ലാവരും കമൻറ്റ് ഞാൻ കാണാറുണ്ട്, റിപ്ലൈ തരാറുണ്ട്. വീഡിയോ ചെയ്യണില്ലെങ്കിലും എന്ത് പറ്റി, എവിടെ പോയി, വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതെന്താന്നൊക്കെ ഞാൻ പറയാം. ആദ്യം ആ കോർണർ ഒന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇത് വേസ്റ്റ് വുഡ് വെച്ചിട്ടുണ്ടാക്കിയ ഒരു ട്രേ ആണ്. നമ്മളെ കബോർഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് വുഡിൻ്റെ പീസ് വേസ്റ്റ് ആവുമല്ലോ. ഇത് കുറേ കാലമായിട്ട് പുറത്ത് കിടക്കുന്നതാണ്. ഇതിൽ ഞാൻ പെയിൻറ് ചെയ്യേ പോളിഷ് ചെയ്യേ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെ അതിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വുഡിൻ്റെ കട്ടിംഗ് ബോർഡ് ഒരു 2-3 വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പല സമയത്തായിട്ട് വാങ്ങിച്ചതാണ്. അധികം റേറ്റ് ഒന്നും വരുന്നതല്ല. 249 അങ്ങനെയൊക്കെ റേറ്റ് വരുന്നതാണ്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആമസോണിൽ മീഷോന്നൊക്കെ ആയിട്ട് പർച്ചേസ് ചെയ്താണ്. പല സമയത്തായിട്ട് പർച്ചേസ് ചെയ്ത് വെച്ചാണ്. വുഡിൻ്റെ കട്ടിംഗ് ബോർഡ് കാണാൻ നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴും നല്ല ഭംഗിയായിരിക്കും. സ്പൂൺ ഓർഗനൈസർ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. മെറ്റലിലാണ് കേട്ടോ അത് വരുന്നത്. 400 സംതിങ് ആണ് അതിൻ്റെ റേറ്റ്. പിന്നെ 2 കണ്ടെയ്നറാണ് സെറ്റായിട്ട് വരുന്ന ഷുഗർ ടീ കണ്ടെയ്നർ. അതും മെറ്റലിലാണ് വരുന്നത്. ഇതിൻ്റെ ലിഡാണ് എയർ ടൈറ്റ് കണ്ടെയ്നറാണ്. 500 സംതിങ് തന്നെയാണ് അതിൻ്റെ റേറ്റും വരുന്നത്. പിന്നെ ചുംബക്കിൽ നിന്ന് വാങ്ങിയ 2 കണ്ടെയ്നറാണ്. ചെറുത് നല്ല ക്യൂട്ടായിട്ടുള്ള 2 കണ്ടെയ്നർ. 500 സംതിങ് തന്നെയാണ് അതിൻ്റെ റേറ്റും വരുന്നത്. സെറാമിക്കിൽ വരുന്ന കണ്ടെയ്നറാണ് കേട്ടോ. രണ്ടും 2 ഡിസൈനിലുള്ളതാണ്. പിന്നെ ഇതിലുള്ള ബാംബു സ്പൂൺ അത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാണ് കേട്ടോ. അത് കുറേ മുമ്പ് ഞാൻ വാങ്ങിയതാണ്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം. ഇതിൻ്റെ ഈ സ്പൂൺ ഞാൻ ഉപ്പ് ഇട്ട് വെക്കണ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇത് ബാംബുവിൻ്റെ സ്പൂൺ. അത് ഞാൻ എവിടെ പോകുമ്പോൾ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. അതും ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. കഴിഞ്ഞ വർഷം റമദാനിൽ വീഡിയോ നിർത്തിപ്പോയതാണ്. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ എവിടെ പോയിരുന്നോ എന്നുള്ള നിങ്ങളെ കമൻസിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ വർഷം റമദാനിൽ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. കുറേ ഹസ്ബൻഡിന് സുഖമില്ലാതായിട്ട്. ഇപ്പം അൽഹംദുലില്ലാ ഒരു കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു ചെറിയ ഗ്യാപ്പ് വന്നപ്പം പിന്നെ എനിക്ക് മടിയായി. നമ്മൾ വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. വീഡിയോ എടുക്കാൻ മണിക്കൂറുകളുടെ അധ്വാനമാണ്. പിന്നെ അത് എഡിറ്റ് ചെയ്യണം, അത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ വീഡിയോ എടുക്കാതായപ്പം ഒരു മടി വന്നേ. നിങ്ങളെല്ലാവരും കമൻറ്റ്സ് ഞാൻ കാണാറുണ്ട്. ഭയങ്കര സന്തോഷമാണ് അത് കാണുമ്പോൾ. വീഡിയോ ചെയ്യണം, നിങ്ങളെ വീഡിയോ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് കാണുമ്പോൾ. അപ്പോൾ ചെയ്യണം എന്നിങ്ങനെ വിചാരിക്കുമെങ്കിലും നമ്മളെ മടി മാറ്റണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണമല്ലോ. അങ്ങനെ ഇപ്പോഴാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നിയത്. എന്തായാലും നിങ്ങളെല്ലാവരും ഒരു വർഷം കഴിഞ്ഞിട്ട് എന്നെ മറന്നിട്ടില്ല. ഇതിനിടയിൽ അത് മറന്നുപോയി. ഇത് സോപ്പ് ഡിസ്പെൻസറാണ്. ഒരു 2 വരുന്ന ഒരു സെറ്റാണ്. ഗ്ലാസ്സിലാണ് വരുന്നത്. ഐക്കൻ്റെ പ്രൊഡക്റ്റാണ്. ഫസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ട് വന്നത് പൊട്ടിപ്പോയിരുന്നു. പിന്നെ അത് റിട്ടേൺ ചെയ്ത് ഇതിൽ ഞാൻ ഡിഷ് വാഷ് ലിക്വിഡാണ് ഒഴിച്ച് വെക്കുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കിയ ലിക്വിഡാണ്. ഇത് കുറേ വീഡിയോയിൽ ഞാൻ കണ്ടിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചൊരു പ്രൊഡക്റ്റാണ്. ഗ്ലാസ്സിൽ വരുന്നതാണ്. നല്ല ഭംഗിയുണ്ട്. നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ മതി. പിന്നെ ലിക്വിഡൊക്കെ പല കളേഴ്സിലും കിട്ടുമല്ലോ ഇപ്പോൾ. അപ്പോൾ നല്ല ഭംഗിയാണത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പം. ഒന്നിൽ ഹാൻഡ് വാഷും ഒന്നിൽ ഡിഷ് വാഷും നമുക്ക് ഒഴിച്ച് വെക്കാം. ഇനി ഇതൊരു ട്രേയിൽ സെറ്റ് ചെയ്ത് വെക്കാം. ബാക്കി വരുന്ന സ്പേസിൽ ഒരു ചെറിയ പ്ലാന്റും വെച്ച് കൊടുക്കുന്നുണ്ട്. വൈറ്റ് പോട്ടിൽ ഒരു പ്ലാന്റും കൂടെ വെച്ച് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ഇടാൻ മറക്കരുത്. പിന്നെ നിങ്ങളെ കമൻസ് അറിയിക്കുക. നിങ്ങളെ കമൻസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കുറേ കാലത്തിന് ശേഷം വീഡിയോ ഇട്ടിട്ടും നല്ല രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്ത കാരണം ഭയങ്കര ഹാപ്പിയാണ്. വ്യൂസ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളെല്ലാവരും കമൻറ്റ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക. ഒരു സ്മൈലി ആയിട്ടെങ്കിലും ഒരു കമൻറ്റും കൂടെ ഇടുക. ഇനി നമ്മളെ വാഷിങ്ങിൻ്റെ ഏരിയ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു ബാമ്പൂൻ്റെ ബാസ്ക്കറ്റിൽ 2 പ്ലാന്റ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. മണി പ്ലാന്റിൻ്റെ വെറൈറ്റീസാണ് കേട്ടോ. 2 വെറൈറ്റീസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് മൾട്ടിവുഡിൻ്റെ വേസ്റ്റ് വന്ന പീസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ട്രേ ആണ് കേട്ടോ. ട്രേ പോലെ ഇങ്ങനെ ഉണ്ടാക്കിച്ചതാണ് ഞാൻ. അതിൽ നമ്മളെ ഡിറ്റർജൻറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. ബാക്കി വരുന്ന സ്പേസിൽ പ്ലാന്റ്സ് വെച്ച് ഭംഗിയാക്കാം. ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ മണി പ്ലാന്റിൻ്റെ വെറൈറ്റീസ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൈറ്റും
എയറും ഒക്കെ കിട്ടുന്നുണ്ട്. എന്നാലും ഞാൻ പുറത്ത് കൊണ്ടുവെക്കും കേട്ടോ. ഒരാഴ്ച അകത്താണെങ്കിൽ ഒരാഴ്ച പുറത്ത് വെക്കും, എന്നാലേ നമ്മൾ ചെടികൾ നല്ല ഫ്രഷ്നെസ്സിൽ ഇരിക്കുള്ളൂ. മസാല ബോട്ടിൽസ്, സ്പൈസസ് ഇട്ട് വെക്കണ ബോട്ടിൽസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഒക്കെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചതാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഗ്ലാസിൻ്റെ ബോട്ടിലാണ് ഇത്. നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര വർഷം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് വാങ്ങിച്ചിട്ട് 7 വർഷമായി. കാലിക്കറ്റ് ബിഗ് ബസാറിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ലിഡ് വരുന്നത് മെറ്റലിലാണ്. അപ്പോൾ നമ്മളത് നനവൊന്നും തട്ടാതെ നനയും നമ്മൾ എടുക്കുമ്പോഴൊക്കെ അത് നല്ല തുടച്ച് ക്ലീനാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര വർഷം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ബോട്ടിൽസാണ്. നമുക്കിതിലിങ്ങനെ മസാലകളും സ്പൈസസൊക്കെ ഇട്ട് വെക്കുമ്പം വേഗം എടുക്കാനും പറ്റുമല്ലോ. നല്ല ഭംഗിയിൽ അത് ഇരിക്കും, നല്ല കളർഫുള്ളായിട്ട്. ഗരം മസാല വറുത്ത് പൊടിച്ചതാണ്. നമ്മളെ മുളകും മല്ലിയും മഞ്ഞൾ എല്ലാം കാലിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി പൊടിപ്പിച്ച് വെച്ചിട്ട് എല്ലാം ഒന്ന് ബോട്ടിലിൽ ഇട്ട് സെറ്റാക്കി വെക്കുകയാണ്. നമുക്ക് പുതിയ പുതിയ പാത്രങ്ങളും ബോട്ടിൽസും ഒക്കെ കാണുമ്പോൾ വാങ്ങാൻ തോന്നുമല്ലേ. അപ്പോൾ നമ്മൾ വാങ്ങണ ഈ ബോട്ടിൽസ് ആണെങ്കിലും പാത്രങ്ങളാണെങ്കിലും ഒക്കെ നല്ല വൃത്തിയിൽ സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ വർഷങ്ങളോളം നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ അത് ഉപയോഗിക്കാൻ പറ്റും. എപ്പോഴും ഇങ്ങനെ വാങ്ങിക്കാനും നിൽക്കണ്ട. കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ത്രീകൾക്ക് ഡ്രസ്സാണെങ്കിലും ഓർണമെൻറ്റ്സ് ആണെങ്കിലും പാത്രങ്ങളാണെങ്കിലും എത്ര വാങ്ങിയാലും പൂതി തീരൂല്ല, വാങ്ങാനും തോന്നും. പക്ഷെ ഞാൻ എപ്പോഴും അങ്ങനെ പാത്രങ്ങളൊന്നും വാങ്ങിക്കാൻ നിൽക്കില്ല. എപ്പോഴെങ്കിലുമൊക്കെ അത്യാവശ്യമാണെങ്കിലും മാത്രമേ വാങ്ങിക്കുള്ളൂ. അത്രയും ഇഷ്ടപ്പെട്ടതാണെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലേ വാങ്ങിക്കാൻ നിൽക്കുള്ളൂ. ഇപ്പോൾ 7 വർഷമായിട്ട് ഈ ബോട്ടിലൊക്കെ പുതിയതുപോലെ ഇരിക്കണില്ല. അപ്പോൾ ഇതൊന്നും മാറ്റേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ഒന്ന് ഇടാൻ മറക്കരുത് കേട്ടോ. കാരണം നമ്മളെ ചാനൽ ഇപ്പോൾ നല്ല രീതിയിൽ പോയിരുന്നൊരു ചാനലാണ്. ഇപ്പോൾ നല്ല ഡൗൺ ആയി കിടക്കുകയാണ്. നമ്മൾ ഈ ഒരു വർഷത്തെ ഒരു ഗ്യാപ്പ് വന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്. ഇനിയിപ്പം നമ്മൾ സബ്സ്ക്രൈബേഴ്സിലേക്കൊക്കെ നോട്ടിഫിക്കേഷൻ എത്താത്തതുകൊണ്ടോ, പിന്നെ നമ്മൾ ഗാർഡനിങ് ഇഷ്ടപ്പെട്ടിട്ട് വന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ട് വന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വീഡിയോ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇനി വീഡിയോ അങ്ങോട്ട് ചെയ്യാൻ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ ഒരു സപ്പോർട്ടും എന്തായാലും അത്യാവശ്യമാണ്. ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ ഈ ബോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഇത് ഓട്സിൻ്റെ ബോട്ടിലാണ് കേട്ടോ. നമ്മൾ രാത്രിയിലധികം ഓട്സാണ് കഴിക്കുക. അപ്പോൾ ആ ബോട്ടിലൊക്കെ ഞാൻ എടുത്ത് വെച്ചിരുന്നു. ഒരേപോലത്തെ ബോട്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയാണല്ലോ. മീഷോയിൽ നിന്ന് ഞാൻ നല്ല അടിപൊളി കണ്ടെയ്നർ കണ്ടപ്പം വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളെ കിച്ചണൊക്കെ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് തന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കാം. എല്ലാം നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങണം എന്നൊന്നുമില്ല. ഇതുപോലെ നമ്മൾ പല സാധനങ്ങളും വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരേപോലത്തെ ബോട്ടിൽസ് ഉണ്ടാവുമല്ലോ, കോഫീൻ്റെ ബോട്ടിൽസ്, അങ്ങനെ നമുക്ക് കിട്ടുന്ന ബോട്ടിൽസ് ഒരേപോലെ ഉള്ളതാണെങ്കിൽ നമുക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മളെ കിച്ചണിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഇതിലൊരു സ്റ്റിക്കർ വരുന്നുണ്ട്, അത് സൈഡിലാണ്. അപ്പോൾ അത് ഞാൻ പറിച്ച് കളഞ്ഞിട്ടില്ല. ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പം അത് കാണാത്ത രീതിയിലാണ് നമ്മൾ വെക്കുക. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. കിച്ചൺ ഓർഗനൈസ് ചെയ്യണത് കാണാൻ നല്ല രസമാണ്. അങ്ങനെയുള്ള വീഡിയോകൾ കാണാൻ എനിക്കിഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അത് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ അതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. നമുക്ക് നല്ലൊരു വൈബാണ് കിട്ടുക ഇങ്ങനെ കണ്ട് നിൽക്കുമ്പോൾ. പിന്നെ കിച്ചൺ ടൂറിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, ആവശ്യമുള്ളവർ കണ്ടു നോക്കുക. ഒരു 2 വർഷം മുമ്പാണ് തോന്നുന്നത് നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ചെയ്തതാണ്. ഒന്നിച്ചൊരു കിച്ചണാണ്, മോഡുലാർ കിച്ചണും വിറകടുപ്പും പിന്നെ ഒരു സൈഡിൽ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ഏരിയ, അങ്ങനെ ആയിട്ട് ഒറ്റ കിച്ചണാണ്. സെപ്പറേറ്റ് വർക്ക് ഏരിയ, അങ്ങനെ വേറൊരു സെക്കൻഡ് കിച്ചണൊന്നുമില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പണികളൊക്കെ ചെയ്യാൻ ഈസിയാണ്. ഇപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ എന്തെങ്കിലും സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കാനും ഒക്കെ നല്ല എളുപ്പമാണ്. ഇനി നമ്മളെ മസാല ബോട്ടിൽസ് ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. ഈ ഒരു കോർണറിലാണ് കേട്ടോ അതിൻ്റെ മസാല ബോട്ടിൽസ്, നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വെക്കണത്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ ഇത് എടുക്കാനും ഈസിയാണ്. കബോർഡിന് ഉള്ളിലിരിക്കണ പോലെയല്ല, പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിലല്ലേ, ഗ്ലാസിൻ്റെ ബോട്ടിലല്ലേ. അപ്പോൾ നമുക്ക് ഏതാണോ ആവശ്യം അത് വേഗം എടുക്കാനും ഈസിയാണ്. മുളകാണെങ്കിൽ മുളക്, മഞ്ഞളാണെങ്കിൽ മഞ്ഞൾ, അപ്പോൾ അത് എടുക്കാൻ ഈസിയാണ്. കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമായിരുന്നു കിച്ചൺ ഓർഗനൈസ് ചെയ്യണമെന്ന്. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ കിച്ചൺ ഓർഗനൈസ് ചെയ്യണം, വീടും കിച്ചണൊക്കെ അടുക്കി പെറുക്കി വൃത്തിയായിട്ട് വെക്കണതൊക്കെ. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് കുറേ ആയിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങി വെക്കണമുണ്ടായിരുന്നു. പിന്നെ വീഡിയോ ചെയ്യാനുള്ള മടി കാരണം അങ്ങനെ നീണ്ടു പോയതാണ്. ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇട്ട ബോട്ടിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്.
9 ബോട്ടിലുകൾ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഫൈനൽ ലുക്ക്. അടിപൊളിയല്ലേ? അപ്പോൾ കുറഞ്ഞ ചിലവിൽ നമുക്ക് കിച്ചണ് ഓർഗനൈസ് ചെയ്യാം. ഇതുപോലെ ഒഴിഞ്ഞ ബോട്ടിലുകൾ ഉണ്ടല്ലോ, നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒഴിഞ്ഞ ബോട്ടിലുകൾ, ഒരേപോലെയുള്ള ബോട്ടിലുകൾ എടുത്ത് വെക്കുക. എന്നിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മളെ കിച്ചണ് ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഇനി സ്റ്റൗ ടോപ്പ് സെറ്റ് ചെയ്യുക. ബാമ്പൂൻ്റെ ഒരു ചെറിയ ബോക്സാണിത്. 240 ആണ് തോന്നുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഹോം സെൻറ്ററിന് വാങ്ങിയതാണ്. ഇതിൽ ഞാൻ ഓയിൽ ഡിസ്പെൻസറാണ് വെക്കുന്നത്. ഈ ഒരു ഡിസ്പെൻസർ ഞാൻ തിരൂരുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിയതാണ്. രണ്ടിൻ്റെ ടോപ്പിൻ്റെ കളറ് വ്യത്യാസമുണ്ട്, എന്നാലും ഒരേപോലെ ഇരിക്കണ ഇതാണ് കേട്ടോ. പിന്നെ നമ്മളെ സോൾട്ട് ഇട്ട് വെക്കണ ഈ ഒരു ബോട്ടിൽ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ഇവിടെ നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അത് ഇങ്ങനെ ഒരു ബോട്ടിലായിട്ട് വാങ്ങിക്കാൻ കിട്ടുമോയെന്ന് അറിയില്ല. ഞാൻ നോക്കുമ്പോൾ ഒരു സെറ്റായിട്ട് 3 സൈസിലുള്ളതാണ് ഉണ്ടായിരുന്നത്. ഇത് ബ്രദർ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് മാറ്റിയിട്ടില്ല, അതിൽ തന്നെ ഉപ്പിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ബാമ്പൂൻ്റെ ഒരു സ്പൂണും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ലിഡ് കാണാനാണ് കേട്ടോ നല്ല ഭംഗി, നല്ലൊരു ബോൾ പോലെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം സെറ്റ് ചെയ്യുക. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ്. ഇവിടെ ഞാനൊരു പ്ലാന്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. മോൺസ്ട്ര വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. നല്ല ഭംഗിയിലിരിക്കും മോൺസ്ട്ര പ്ലാന്റ് വെള്ളത്തിലിട്ട് വെച്ചാൽ. പിന്നെ ഈ ഒരു സെറ്റും കൂടെ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് സ്റ്റോറീസിൽ നിന്ന് വാങ്ങിയതാണ്. ഇപ്പോൾ സ്റ്റോറീസ് ഹോം സെൻറ്ററിലുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ബാമ്പു ബാസ്ക്കറ്റിലൊരു പ്ലാന്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളെ വീഡിയോ ആദ്യമേ കാണുന്നവർക്ക് അറിയാം. അത് കുറേ കാലമായിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് പുറത്ത് കൊണ്ടുവയ്ക്കും, പിന്നെ അകത്ത് കൊണ്ടുവയ്ക്കും. അതാണ് നല്ല ഫ്രഷ്നെസ്സിൽ ഇരിക്കുന്നത് കേട്ടോ ഇപ്പോഴും. പിന്നെ പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഈ ഭാഗം കൂടെ സെറ്റാക്കി എടുക്കുക. ഈ കാണുന്ന പോട്ട് എൻ്റെ കയ്യിൽ നേരത്തെ ഉള്ള പോട്ടാണ്. സൈഡിൽ ഇതാ ഞാൻ വീഡിയോ കൊടുത്തിരിക്കണേ. ആ കളറിലുള്ളത് വൈറ്റ് സ്പ്രേ പെയിൻറ്റ് കൊടുത്തിട്ട് വൈറ്റ് ആക്കി എടുത്തതാണ്. അപ്പോൾ വൈറ്റ് പോട്ടിന് ഓൺലൈനിൽ നോക്കുമ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇതുപോലൊക്കെ ചെയ്തെടുക്കട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ കൊടുത്തിട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതൊരു ബോട്ടിലിൽ പെയിൻറ്റ് എടുത്തതാണ്. നല്ല കിച്ചൺ കോഡ്സൊക്കെ എഴുതിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഇങ്ങനെ കോഡ്സൊക്കെ എഴുതിയെടുത്താൽ നല്ല ഭംഗിയാവും ചെയ്യും. നല്ല ഭംഗിയിൽ നമുക്ക് സെറ്റ് ചെയ്യും ചെയ്യാം. അതുകൊണ്ടാ വൈറ്റ് പോട്ട് നല്ല റേറ്റ് വരുന്നുണ്ട് ഓൺലൈനിൽ. അപ്പോൾ ഇത് നമുക്ക് കുറഞ്ഞ ചിലവിൽ നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെക്കാനും ഓർഗനൈസ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. പിന്നെ ബൊഗൈൻവില്ലൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബൊഗൈൻവില്ല എന്തായി, വീഡിയോ ചെയ്യുമെന്നൊക്കെ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. പിന്നെ നല്ല കിടിലൻ 2 സ്ക്വാഷ് ഉണ്ടാക്കണതിൻ്റെ വീഡിയോയും കൂടെ ചെയ്തിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കും ചെയ്യാം. ഈ ചൂടിനും റമദാനിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ്. ബീട്രൂട്ട് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്. നന്നാരിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കണതുകൊണ്ട് തന്നെ നമുക്ക് അറിയൂല ബീട്രൂട്ടാണോ എന്നുള്ളത് അറിയില്ല. നല്ലൊരു ടേസ്റ്റും നല്ല കളറുമാണ്. ഇനി കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തുള്ള വിൻഡോയും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അത് സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ ഏരിയ എന്ന് പറഞ്ഞില്ല, ആ ഒരു ഭാഗമാണ്. അവിടെ ഞാൻ പഴയ വേസ്റ്റ് വന്ന വുഡിൽ ചെയ്തെടുത്തതാണ് കേട്ടോ ഈ ഒരു വർക്ക്. ഇത് നമുക്ക് പിൻട്രസ്റ്റിലൊക്കെ നോക്കിയാൽ ഇതുപോലുള്ള ഒരുപാട് ഐഡിയാസ് കിട്ടും. എന്നിട്ട് അതുപോലെ ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തതാണ്. സൈഡിൽ ഇതാ ആ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. അന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ പിന്നെ അത് എഡിറ്റ് ചെയ്യാനൊന്നും ഇരുന്നില്ല. അപ്പോൾ 2 സൈഡ് ടാപ്പൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത് വാളിൽ. പക്ഷെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഭംഗിയില്ല. ഇവിടെ വെച്ചപ്പോഴാണ് എനിക്ക് ഇഷ്ടമായത്. ഇനി അതിൻ്റെ സൈഡിലായിട്ട് ഒരു പ്ലാന്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. മണി പ്ലാന്റിൻ്റെ നിയോൺ പോത്തോസാണ് വെച്ച് കൊടുത്തത്. പിന്നെ നമ്മളെ ഫ്രൂട്ട് ബാസ്ക്കറ്റും പിന്നെ ചുമ്പക്കിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആ ചെറിയ ക്യൂട്ടായിട്ടുള്ള കണ്ടെയ്നറും കൂടെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം കൂടെ സെറ്റാക്കി. ഇതും ബോട്ടിൽ ചെയ്തെടുത്തതാണ്. അതിലും കിച്ചൺ കോഡ്സൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അറിയണവരൊക്കെ ബോട്ടിലൊക്കെ എല്ലാവരും പെയിൻറ്റ് ചെയ്യണമല്ലേ. അപ്പോൾ ഇതുപോലൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കുക. നമ്മൾ ഡെക്കോപ്പേഷൻ്റെ ടിഷ്യൂ പേപ്പർ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ സെലക്ട് ചെയ്യാമല്ലോ. എന്നിട്ട് അതുപോലെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ചെയ്യും. പിന്നെ നമ്മൾ തന്നെ ചെയ്ത് വെക്കുന്നതാവുമ്പോൾ നമുക്കൊരു ഇഷ്ടമാണല്ലോ, അതൊരു സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ തന്നെ ചെയ്യണ ഒരു വർക്ക് കാണുമ്പോൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളെ കിച്ചണ് ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ
ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക്